താൻ കൂടുതൽ വെളിപ്പെടുത്തലുകൾ കുറച്ച് സ്ത്രീകൾ സിനിമയിലെ മോശം അനുഭവമുള്ള സ്ത്രീകൾ നടത്തുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഓണം കഴിയുമ്പോൾ തന്നെ ആ ഒരു തുറന്നു പറച്ചിലുണ്ടാകും. അത് പല പ്രമുഖർ 14 MLA-മാർ ഉൾപ്പെടെ ഇതിലുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ കൂടുതൽ പേർക്കെതിരെ ദുരിതം അനുഭവിച്ച അല്ലെങ്കിൽ മോശം സമീപനം അനുഭവിക്കേണ്ടി വന്ന സ്ത്രീകൾ രംഗത്തെത്തി തുറന്നു പറയും. അതിന് താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം തനിക്കെതിരെ ഉന്നയിക്കുന്നത്. ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നതാണ് ഈ നടി പറയുന്നത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാവുന്നതാണോ? കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാം കേസുകൾ കൊണ്ട്, അതും ഇത്രയും ഗുരുതരമായ തരത്തിലുള്ള കേസുകളൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ അവരെ പിന്തിരിപ്പിക്കാൻ കഴിയും എന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നതിന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ടോ? നമ്മൾക്ക് അതില് എന്താ പറയാ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ ഹേമ കമ്മിറ്റി 4.5 വർഷത്തോളം ഇത് പൂഴ്ത്തിവെക്കപ്പെട്ടു ഇല്ലേ. ഞാനൊക്കെ ആയാലും എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രതിസ്ഥാനത്തുള്ളവരുടെ പേരുകൾ അങ്ങേയറ്റം സംരക്ഷിക്കപ്പെട്ടു. അത് സമൂഹത്തിന് തന്നെ അങ്ങേയറ്റം എന്താ പറയാ, വല്ലാത്തൊരു വിഷമവും ആകുലതയും എല്ലാം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇപ്പൊ ഏതൊരു കുറ്റകൃത്യമാണെങ്കിലും പ്രതികളുടെ പേര് എവിടെയും പബ്ലിഷ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനുള്ളത്. ഏത് കേസ് എടുത്തു നോക്കിക്കോളൂ, നമ്മൾ അത് ഒരിക്കലും. പക്ഷെ വിക്ടിമിന്റെ പേര് സംരക്ഷിക്കപ്പെടുക, അവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് നിയമപരമായി അവർക്ക് കൊടുക്കേണ്ട അവകാശത്തിന്റെ ഒരു കാര്യം കൂടിയാണ്. ഇവിടെ അത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വിക്ടിമിന്റെ അല്ല, സോറി, ഈ അക്യൂസിന്റെ പേര് ഇവര് മൂടി വെക്കപ്പെട്ടു. അത് ആ കമ്മിറ്റിയിലുള്ളത് അതങ്ങ് പുറത്തു വിട്ടിരുന്നെങ്കിൽ ഇത്രയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ലായിരുന്നു. പിന്നെ ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണ രൂപം നമ്മൾ ആരും കണ്ടിട്ടില്ല. ഏതാനും ചില വ്യക്തികൾ മാത്രമാണ് ഇതിന്റെ പൂർണ്ണ രൂപം കണ്ടിരിക്കുന്നത്. അപ്പം ഇന്നും പല ന്യൂസ് ചാനലിലും അത് പറയുന്നുണ്ടായിരുന്നു, 20ഓളം പേരുടെ മൊഴികൾ അതീവ ഗൗരവതരമാണെന്നുള്ള കാര്യം. അപ്പൊ എന്തായാലും അതിലൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിന്റെ മുകളിൽ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ അലിഗേഷൻസ് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു തരത്തിൽ. കാരണം ഇതിന്റെ പിന്നാമ്പുറത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് പൂഴ്ത്തിവെക്കപ്പെട്ടതും ഇത്രയും കാലമായിട്ടും ഈ കാര്യങ്ങൾ, ഈ പ്രതികളുടെ കാര്യങ്ങൾ പറയാത്തതും ഇതിനകത്തെ പവർ ഗ്രൂപ്പ് ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പുറത്തു വിടാത്തതും എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ള സംശയം രൂപപ്പെടുന്നു എന്നുള്ളതിൽ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോ അതുണ്ടാകാം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ വ്യക്തി ഇത് സത്യമായിരിക്കാം, ഇന്ന് രാവിലെ പറഞ്ഞ അലിഗേഷൻസ് സത്യമായിരിക്കാം. നമ്മൾക്ക് ഇതിന്റെ സത്യാവസ്ഥകളോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. മുൻപ് മാളവിക പറഞ്ഞതുപോലെ ഇത് രണ്ടായിട്ട് അന്വേഷിക്കട്ടെ. ഏതായാലും ഇന്ന് രാവിലെ പറഞ്ഞ വ്യക്തിയും പ്രത്യേകമായി പരാതി റിട്ടേൺ ആയിട്ട് ഹയർ ഒഫീഷ്യൽസിന് ഇത് കൊടുത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും പോലീസ് അത് കേസെടുത്ത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. അതോടൊപ്പം MLA മുകേഷിനെതിരെ പോയിരിക്കുന്ന ഈ പരാതിയും തീർച്ചയായിട്ടും ശക്തമായ രീതിയിൽ തന്നെ അന്വേഷിക്കട്ടെ, നിഷ്പക്ഷമായി അന്വേഷിക്കട്ടെ. ഇത്തരത്തിലുള്ള പൊയ്മുഖങ്ങൾ പൊളിഞ്ഞു വീഴുക തന്നെ ചെയ്യണം. ആരാണ് യഥാർത്ഥത്തിൽ പ്രതിയാണെന്നുള്ളത് സമൂഹം അറിയട്ടെ. എല്ലാവരും മാന്യരുടെ ഒരു മുഖംമൂടി അണിഞ്ഞു നിൽക്കുന്ന ആ ഒരു കാര്യങ്ങൾ അതൊക്കെ ഒന്ന് മറനീക്കി പുറത്തു വരണം എന്ന് തന്നെയാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കേസുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും മുൻപ് പരാതിപ്പെട്ടവര് ഭയപ്പെടേണ്ട കാര്യമില്ല. അവരതിൽ ഉറച്ചു നിൽക്കുക. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കൊടുത്തു, ഒരു അലിഗേഷൻസ് പറഞ്ഞു, പിന്നെ പുറകോട്ട് പോകുമ്പോഴാണ് നമ്മൾ എല്ലാവരെയും ഒരു പൊട്ടന്മാരാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അതേസമയത്ത് കൊടുത്ത പരാതിയിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ അന്വേഷണം നടക്കട്ടെ, വിചാരണ നടക്കട്ടെ, യഥാർത്ഥ സത്യം പുറത്തു വരട്ടെ ആരുടെ കാര്യത്തിൽ.